തിരുവനന്തപുരം കോർപ്പറേഷൻ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പാകളിലും ഞങ്ങൾ പരിശോധന നടത്തും. കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ ഈ മേഖലയിൽ നടത്തുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഒരു കാര്യം തീർത്തും പറഞ്ഞിരിക്കുകയാണ്, ഇത്തരം ലൈസൻസിൻ്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അനധികൃത പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുവാനെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഒരു ഉടമസ്ഥരും വിചാരിക്കേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കും. തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവത്തെ തുടർന്നും അതിനൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്പായിലെത്തിയ അഭിമുഖത്തിനെത്തിയ ഒരു യുവതിക്ക് ഉണ്ടായ ദുരനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു ഈ മേയർ വി രാജേഷ് ഇങ്ങനൊരു പ്രസ്താവന ഇറക്കിയത്. പക്ഷേ ഇതിന് എത്രത്തോളം നിയമത്തിൻ്റെ പിന്തുണയുണ്ട് എന്നത് ചോദ്യമാണ്. കാരണം ഈ ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതിനപ്പുറത്തേക്ക് ഈ സ്പായ്ക്ക് കൃത്യമായ ഒരു മാർഗരേഖയോ നിയമനിർമ്മാണമോ, അതായത് എത്തരത്തിൽ പ്രവർത്തിക്കണം, അതിനെന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉണ്ടാകണമെന്നൊരു നിയമ സംവിധാനം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാന വസ്തുത. ശരിക്കും ഒരു സ്പാ സെൻറ്റർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു മസാജ് സെൻറ്റർ ഇത് നടത്തുന്നതിന് ഡിഫൈൻഡ് ലോ തിരിച്ച് ഇപ്പോൾ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം സ്പാ സെൻറ്റേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ മസാജ് സെൻറ്റേഴ്സ് എങ്ങനെ ഏത് നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിഫൈൻഡ് പ്രപ്പോസ്ഡ് ലോ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ മേയർ സൂചിപ്പിച്ചതുപോലെ ഒരു ക്രോസ് മസാജ് അല്ല എന്നുണ്ടെങ്കിൽ മെയിൽ മസാജ്, അതിൻ്റെ ലയബിലിറ്റി അല്ലെങ്കിൽ അത് എത്തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമുക്ക് ആസ് സച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കേസായിട്ടോ മറ്റു നടപടിയിലേക്ക് പോകാൻ പറ്റില്ല. ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒരു തിരുവല്ലയിലെ അനിഷ്ട സംഭവമായിക്കോട്ടെ, പരാതി ഉയർന്ന നഗരസഭയിലെ ഒരു സ്പായിൽ സംഭവമായിക്കോട്ടെ, ആ വിഷയത്തിലടക്കം കൃത്യമായി ഇടപെടുന്നു, ആ സ്പായിൽ പരിശോധന നടത്തുന്നു, ലൈസൻസ് ഇല്ല എന്നതിൻ്റെ പേരിൽ കൃത്യമായി നടപടിയെടുക്കുന്നു, സ്പാ പൂട്ടിക്കുന്നു. പക്ഷേ ഇപ്പോഴും, അതായത് ഈ ഒരു പരാതി ഉയർന്നതിനപ്പുറവും സ്ഥിരമായി ഈ ഭാഗങ്ങളിലായിക്കോട്ടെ, സ്പായിലായിക്കോട്ടെ, ഇവിടെയൊന്നും കൃത്യമായി നഗരസഭയുടെയോ പോലീസിൻ്റെയോ കൃത്യമായ ഒരു പരിശോധന നടക്കുന്നില്ല എന്നതും ഇത്തരം അനിഷ്ട സംഭവങ്ങൾക്ക് കാരണമാകുന്നു എന്നതും ഒരു വലിയൊരു വിഷയമായി നിലനിൽക്കുന്നുണ്ട്. ശരിക്കും ഒരു സ്ഥാപനം നടത്താനായിട്ട് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലൈസൻസിൻ്റെ ആവശ്യവും, അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ പരിധിയിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേഷൻ ലൈസൻസിൻ്റെ ആവശ്യവുമാണ് ആവശ്യം. അത് ഒരു നിയമപരമായിട്ടുള്ളൊരു പീരീഡ് ഉണ്ട്, ഇത്ര 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത്സിനകത്താണ് അത് അനുവദിക്കുക. ഇത് അനുവദിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും പിന്നെ അദ്ദേഹത്തിന് അന്വേഷിച്ച് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിച്ച് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. വർഷാവർഷം കിട്ടുന്ന റിന്യൂവൽ ഫീസ് വാങ്ങിക്കുന്നു, ആ റിന്യൂവൽ ഫീസ് വാങ്ങിച്ച് വീണ്ടും പുതുക്കി കൊടുക്കുന്നു. പക്ഷേ ഒരു ദിവസം പോലും അവിടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എങ്ങനെയുണ്ട്, അവിടുത്തെ ഹൈജീൻ എങ്ങനെയുണ്ട്, അവിടെ ഡോക്ടർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആരുടെ ബേസിലാണ് ഈ സ്ഥാപനം നടത്തുന്നത്, അദ്ദേഹം അവിടെ വരാറുണ്ടോ, ഇതുപോലുള്ള ഒരു ക്രോസ് ചെക്കിംഗ് ഇല്ല. സംസ്ഥാനത്തുടനീളം നടക്കുന്ന ഇത്തരം സ്പാകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പല സ്ഥാപനങ്ങളിലും ലഹരി ഇടപാടുകളും ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളും ഗുണ്ടാ ഇടപാടുകളടക്കം നടക്കുന്നുണ്ട് എന്ന കാര്യം പോലീസിനും മറ്റ് സേനാ വിഭാഗങ്ങൾക്കും കൃത്യമായി അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലൊരു പരാതി ഉയരുമ്പോഴോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്തോ മാത്രമാണ് പോലീസിൻ്റെയോ നഗരസഭയടക്കമുള്ള മറ്റ് വിഭാഗങ്ങളുടെയോ പരിശോധനയും മറ്റും നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഒരു പരിശോധന 1-2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ഒരു പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് വീണ്ടും ഈ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി ഈ നിയമവിരുദ്ധ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നു എന്നുള്ളതാണ് പ്രധാന വസ്തുത. ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇതിൽ, അതായത് തിരുവനന്തപുരത്തെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ പ്രധാന IT ഹബ്ബായിട്ടുള്ള കഴക്കൂട്ടം അടക്കമുള്ള മേഖലകളിൽ നിരവധി സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് നിലവിൽ കേരളത്തിൽ നിലനിൽക്കുന്ന പല ഗൈഡ് ലൈനുകളും ഒപ്പം നഗരസഭയുടെ പല ലൈസൻസും കാര്യങ്ങളും പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് അവ പ്രവർത്തിക്കുന്നതും. ഇത്തരം മേഖലകളിൽ ഈ ഒരു ഉത്തരേന്ത്യയിൽ നടക്കമുള്ള പല ജീവനക്കാരും ആൾക്കാരും ജോലി ചെയ്യുന്ന ഈ ഭാഗങ്ങളിൽ സ്പാകൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷേ ഇത്തരം സ്പാകളിലേക്ക് ചെല്ലുന്നവർ അല്ലെങ്കിൽ ഈ ഒരു വെൽനസ് സ്പായിലുകളിലേക്കും മറ്റും മസാജിനും മറ്റുമായി ചെല്ലുന്നവരെയെല്ലാം ഈ ഒരു ചായ്വയോടെ അല്ലെങ്കിൽ ഒരു അനാശാസ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണ് അവിടേക്ക് എത്തുന്നത് എന്നൊരു പിക്ചർ ഇപ്പോൾ ഉള്ളൊരു അനിഷ്ട സംഭവങ്ങളും മേയറുടെ ഒരു പരാമർശവും അടക്കം കാരണമായിട്ടുണ്ട്. ആ ഒരു പിക്ചറിലേക്ക് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവരെ ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് മേയറുടെ മാത്രം ഒരു വിഷയമായിട്ട് മാത്രമല്ല, അല്ലാതെ ഈ ഒരു അനിഷ്ട സംഭവങ്ങളടക്കം ഇതിലടക്കം പ്രധാനമായി വരേണ്ടത് ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വളരെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനവും സർക്കാരുമാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ പ്രതികൂലമായി ഈ ഒരു പ്രശ്നവും ഇതിനൊപ്പം ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇല്ലാത്തതും കാരണമാകുന്നുണ്ട്. സെൻറ്റേഴ്സ്, ഈവൻ സ്പാ സെൻറ്റേഴ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെൻറ്റേഴ്സിനകത്തും
പൈസയ്ക്ക് വേണ്ടി അനാശാസ്യം നടത്തി കഴിഞ്ഞാൽ ഇമ്മോറൽ ട്രാഫിക്കിൻ്റെ കീഴിൽ വരും. അത് 100% പോലീസിന് കേസെടുക്കാം, നഗരസഭയ്ക്ക് അതിന് ആ സെൻറ്റേഴ്സ് പൂട്ടിക്കാം. ഇതെല്ലാം അത് മാത്രമാണ് നിയമത്തിനകത്തൊരു കൺട്രോളായിട്ടുള്ളത്. ഒരു പൈസയ്ക്ക് വേണ്ടി മറ്റൊരാളെ ഉപയോഗിച്ച് ഒരു ബ്രോത്തൽ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് ഡിഫൈൻഡ് സിറ്റുവേഷനകത്ത് വരികയാണെങ്കിൽ അതിനെതിരെ 100% ഈ പറയുന്ന മേയർ പറഞ്ഞതുപോലെ ആ ഡെഫിനിഷനകത്ത് വരും. അതനുസരിച്ച് അവിടെ കേസെടുക്കാൻ പറ്റും. പക്ഷേ മേയർ പറഞ്ഞതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതിനൊരു മോറൽ സൈഡ് നോക്കുമ്പോൾ ഈ വെൽനസ് ട്രീറ്റ്മെൻറ്റ്സിന് പോകുന്ന എല്ലാ ആൾക്കാരും ഇത്തരത്തിലുള്ള സെൻറ്റേഴ്സിൽ പോകുന്നവരാണോ എന്നൊരു ചിത്രീകരണം വരാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. കാരണം മര്യാദയ്ക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പകരം ഇത്രയും വർക്ക് ലോഡ് കഴിഞ്ഞ് ഇപ്പോൾ IT സെക്ടറിലെ ആൾക്കാരായിക്കോട്ടെ, വർക്ക് ലോഡ് കഴിഞ്ഞിട്ട് ബോഡി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി മസാജ് സെൻറ്ററിലേക്ക് പോകുന്നവർ ഇതിൻ്റെ ഒരു കളറിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. പണം നൽകിയുള്ള ലൈംഗിക ചൂഷണം അല്ലെങ്കിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് നിയമം മൂലം കേരളത്തിലും ഇന്ത്യയിലും അടക്കം കൃത്യമായി നിരോധിച്ചിട്ടുള്ളതാണ്. അത്തരം പരാതികൾ ഉയരുമ്പോൾ ഈ സ്പാകളിലടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുകയും കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു നിയമ സംവിധാനം നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളിലും സ്പാകൾക്കും നിയന്ത്രണമില്ല എന്നുള്ളത് വളരെ വലിയ വസ്തുതയാണ്. ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സർക്കാരിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും കാലങ്ങളായുള്ള പരിഗണനയിലാണ്. അതിൽ കൃത്യമായൊരു ചട്ടം കൊണ്ടുവരിക, ഈ ഒരു ബിസിനസ് ഇവിടെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോവുക, അതിനൊപ്പം തന്നെ ആൻറ്റി സോഷ്യലായിട്ടുള്ള പല കാര്യങ്ങളിലും കൃത്യമായ പ്രതിരോധവും ഒപ്പം തന്നെ പോലീസിൻ്റെ അടക്കം പരിശോധനയും ഉണ്ടായാൽ മാത്രമേ ഈ വ്യവസായം മുന്നോട്ട് പോവുകയുള്ളൂ. അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ കഴിയുകയുള്ളൂ. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.